ഗൈസ് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ സാധാരണ കഴിച്ചിട്ട് കളയുന്ന ഇതുപോലത്തെ സീഡ്സ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി ഹോം ഡെക്കർ ഐറ്റം ചെയ്തെടുക്കാം. അതിനായിട്ട് കാർഡ്ബോർഡിൽ ഇതുപോലെ ബ്ലാക്ക് കളർ ആക്രിലിക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബേസായിട്ട് ഒരു 2 കോട്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഫെവിക്കോളും യൂസ് ചെയ്യാം. ഇതുപോലെ ഗ്ലൂ കാർഡ്ബോർഡ് ഒരു വട്ടത്തിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തേർത്തമ്പഴത്തിൻ്റെ സീഡാണ് കേട്ടോ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതായത് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ആദ്യം സ്റ്റിക്ക് ചെയ്തതിനേയും കാട്ടി കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള 2 ഫ്ലവേഴ്സും കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ സീഡ്സ് നന്നായിട്ട് നമ്മൾ തേർത്തമ്പഴത്തിൻ്റെ ഏതൊരു സീഡ് ആയിക്കോട്ടെ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര നാളാണെങ്കിലും കേടോ പൂപ്പലോ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. ഈ മറ്റൊരു ഫ്രൂട്ടിൻ്റെ സീഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആന മുന്തിരി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ, ചില സ്ഥലത്ത് സീതപ്പഴം എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ സീഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഒരു 5 സീഡ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ ഫ്ലവേഴ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കളയുന്ന സീഡ്സൊക്കെ വെച്ച് നമുക്ക് അടിപൊളി വോൾ ഡെക്കേഴ്സ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കട്ടി കൂടിയ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. മാക്രിം ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ത്രെഡ് യൂസ് ചെയ്യാം. കുഞ്ഞ ഫ്ലവേഴ്സിന് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ഭംഗി കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ട് ത്രെഡ് സ്റ്റിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെച്ച് വയ്ക്കുമ്പോൾ എനിക്ക് അതാണ് ഭംഗിയായിട്ട് തോന്നിയത്. അപ്പം ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന മിക്കവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഈ ലീഫിനായിട്ട് ഇതുപോലെ നമ്മുടെ തേർത്തമ്പഴത്തിൻ്റെ എണ്ണ ഇത്തിരി വളവും തിരിവൊക്കെയുള്ള സീഡ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്ലേയിലൊക്കെ ലീഫായിട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് ഈ ഒരു പരിപാടിയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾ സാധാരണ ഗ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കുക സ്റ്റിക്ക് ആവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളേഴ്സ് കൊടുക്കാവൂ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ അങ്ങ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിഡിലായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പം വലിയ ഫ്ലവേഴ്സിലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് ഞാനത് യെല്ലോയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴാണല്ലോ എൻ്റെ ഭംഗി നോക്കിയിട്ട് നമ്മൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റെമ്മിലായിട്ട് ഞാനൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ലീഫിൽ നമ്മൾ സാധാ സാപ്പ് ഗ്രീനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റെമ്മിലും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സാപ്പ് ഗ്രീന്. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തെടുത്ത ശേഷം കുഞ്ഞ ഫ്ലവേഴ്സിലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ തേർത്തമ്പഴത്തിൻ്റെ ആ ഒരു സീഡിൽ ഞാനൊരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് സീഡ്സൊക്കെ കളയാറായിരിക്കില്ലേ പതിവ്. അപ്പോൾ ഇതുപോലെ കളയാൻ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി വോൾ ഡെക്കേഴ്സൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഫൈനലൊക്കെ ഇഷ്ടപ്പെടാനും ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.